ഓക്കെ, നമ്മളിപ്പോൾ സ്റ്റാക്കിൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷനായിട്ടുള്ള റിക്കേഷൻ പഠിച്ചു. സെക്കൻഡ് വൺ നമുക്ക് പഠിക്കാനുള്ളത് എക്സ്പ്രഷൻ കൺവേർഷനിലുള്ള ഇൻഫിക്സ്ഡ് പോസ്റ്റ് ഫിക്സ് കൺവേർഷനാണ്. അപ്പോൾ എന്താണ് ഇൻഫിക്സ് എന്നുള്ളതും എന്താണ് പോസ്റ്റ് ഫിക്സ് ഉള്ളതും എന്നുള്ളത് പഠിക്കണം. ഒരു എക്സ്പ്രഷനിൽ ഉണ്ടായിരിക്കുന്നത് ഓപ്പറൻറ്റ് ആൻഡ് ഓപ്പറേറ്റർ ആണ്. വാട്ട് ഈസ് എക്സ്പ്രഷൻ? എക്സ്പ്രഷൻ പറഞ്ഞാൽ ലൈക്ക് എ പ്ലസ് ബി. ഇതിൽ കൺസിഡർ ചെയ്യുക ദിസ് ടു ആർ ഓപ്പറൻറ്റ് ആൻഡ് ദിസ് ഈസ് ഓപ്പറേറ്റർ. സോ ഈ എക്സ്പ്രഷനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം എ ബി പ്ലസ്. ഓക്കെ, ആദ്യം ഓപ്പറൻസ് വന്നിട്ട് ദെൻ ഓപ്പറേറ്റർ വരുന്ന രീതിയിൽ ഈ എക്സ്പ്രഷനെ നമ്മൾ ഇത് ഒരു ഇൻഫിക്സ് എക്സ്പ്രഷനാണ്. ഈ ഇൻഫിക്സ് എക്സ്പ്രഷനെ നമ്മൾ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇതാണ് സെക്കൻഡ് ആപ്ലിക്കേഷൻ. ഒരു എക്സ്പ്രഷൻ ഉണ്ടാകും. എക്സ്പ്രഷൻ മീൻസ് ഓപ്പറൻറ്റും ഓപ്പറേറ്റേഴ്സും ഉണ്ടാകും. ആ ഒരു ഓപ്പറേറ്റേഴ്സിനെ ഇൻഫിക്സ് എക്സ്പ്രഷനെ നമ്മൾ ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനായിട്ട് കൺവേർട്ട് ചെയ്യുക. ഇതാണ് സെക്കൻഡ് വൺ ആപ്ലിക്കേഷൻ. ഇത് എങ്ങനെ ചെയ്യും? ഇതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് എന്താണെന്നുള്ളതാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഓപ്പറേറ്റേഴ്സിനൊക്കെ കുറച്ച് പ്രയോറിറ്റീസ് ഉണ്ട്. ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് പവർ സിമ്പിളാണ്. ദെൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അഡീഷൻ, ദെൻ വരുന്നത് പ്ലസ് ആൻഡ് മൈനസ് ആണ്. ഇതാണ് പ്രയോറിറ്റി. ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് പവർ. ദെൻ നെക്സ്റ്റ് പ്രയോറിറ്റി വരുന്നത് സ്റ്റാർ ആൻഡ് ഡിവിഷൻ, ആൻഡ് നെക്സ്റ്റ് ലോവസ്റ്റ് പ്രയോറിറ്റി പ്ലസ് ആൻഡ് മൈനസ് ആണ്. ഓക്കെ, ഫസ്റ്റ് റൂൾ ഇതാണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, സെക്കൻഡ് റൂൾ വരുന്നത് എന്താ വെച്ചാൽ നോ ടു ഓപ്പറേറ്റേഴ്സ് ഓഫ് സെയിം സ്റ്റാക്ക് ക്യാൻ സ്റ്റേ ടുഗദർ ഇൻ സ്റ്റാക്ക് കോളംസ്. സ്റ്റാക്ക് കോളംസിൽ ഒരുപോലെ പ്രയോറിറ്റി ഇല്ല ഓപ്പറേറ്റേഴ്സിന് ഒരുമിച്ച് സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സെക്കൻഡ് റൂൾ വരുന്നത്. ഈ കേസിൽ എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രയോറിറ്റി പഠിച്ചു. പവറിനാണ് ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി. ദെൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഒരുമിച്ച് ഈക്വൽ പ്രയോറിറ്റിയാണ് നെക്സ്റ്റ് പ്രയോറിറ്റി വരുന്നത്. ദെൻ പ്ലസ് ആൻഡ് മൈനസ് ആണ് ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റി. ഈ കേസിൽ പ്ലസും മൈനസും അതുപോലെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ഇതും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് രണ്ട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, പ്ലസ് ആൻഡ് മൈനസ്. ഇത് രണ്ടുമാണ് സ്റ്റാക്കിലില്ല. സ്റ്റാക്കിൽ ഓൾറെഡി പ്ലസ് ഉണ്ട്. ഇനി മൈനസ് ആണ് സ്റ്റാക്കിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് വെച്ചാൽ സെയിം പ്രയോറിറ്റി ഇല്ല ഓപ്പറേറ്ററിന് ഈ മൈനസിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ആദ്യം ഈ പ്ലസ്സിനെ പോപ്പ് ചെയ്യും, ദെൻ മൈനസിനെ ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, സെയിം പ്രയോറിറ്റി ആണ് ഇല്ല വെച്ചാൽ ആരാണോ സ്റ്റാക്കിൻ്റെ ടോപ്പിലില്ല ആളെ പോപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പുതിയ എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുക. ഈ കൺസെപ്റ്റാണ് സെക്കൻഡ് പോയിന്റ് വരുന്നത്. നോ ടു ഓപ്പറേറ്റേഴ്സ് ഓഫ് സെയിം പ്രയോറിറ്റി ക്യാൻ സ്റ്റേ ടുഗദർ ഇൻ സ്റ്റാക്ക് കോളം. സ്റ്റാക്ക് കോളത്തിൽ സ്റ്റേ ടുഗദർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്ലസും മൈനസും അതുപോലെ തന്നെ ഇൻറ്റു ഡിവിഷൻ ഒരുമിച്ച് വരുമ്പോഴാണ് ആരാണോ സ്റ്റാക്കിൽ ടോപ്പിലില്ല ആളെ പോപ്പ് ശേഷമായിരിക്കണം ന്യൂ സെയിം പ്രയോറിറ്റി ഉള്ള എലമെൻറ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്ററിന് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇതാണ് സെക്കൻഡ് പോയിന്റ് മീൻ ചെയ്യുന്നത്. Then third one, lowest priority cannot be placed before highest priority. ഒരു സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താ വെച്ചാൽ ലോവസ്റ്റ് പ്രയോറിറ്റി ഉള്ള എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സിനെ ഹയർ പ്രയോറിറ്റി ഉള്ള ഓപ്പറേറ്ററിൻ്റെ മുകളിൽ ഇടാൻ പറ്റില്ല. ഇപ്പോൾ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ കൺസിഡർ ചെയ്യുക ഓൾറെഡി മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ സ്റ്റാർ ഉണ്ടെങ്കിൽ ദെൻ നമുക്ക് വരുന്നത് അതിൻ്റെ കുറവുള്ള ഒരു ഓപ്പറേറ്ററാണ് പ്ലസ്. ഓക്കെ, ലോവസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് പ്ലസ് ആണ് മൾട്ടിപ്ലിക്കേഷനിലേറെ. സോ ഇപ്പോൾ നമ്മൾ സ്റ്റാക്കിൽ സ്റ്റാർ സിമ്പിൾ ഉണ്ട്, അതിൻ്റെ മുകളിലേക്ക് പ്ലസ് സിമ്പിൾ വരുമ്പോൾ ഇതിന് സ്റ്റാറിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല ലോവസ്റ്റ് പ്രയോറിറ്റിന്. സോ നമ്മൾ ആദ്യം ഈ സ്റ്റാറിനെ പോപ്പ് ചെയ്തതിന് ശേഷമാണ് പ്ലസ്സിനെ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, ഹയസ്റ്റ് പ്രയോറിറ്റി ഇല്ല ഒരു എലമെൻറ്റിൻ്റെ മുകളിലേക്ക് ലോവസ്റ്റ് പ്രയോറിറ്റി ഇല്ല ഒരു ഓപ്പറേറ്റർ വരുമ്പോൾ നമ്മൾ ഹയസ്റ്റ് പ്രയോറിറ്റി ഇല്ല ഓപ്പറേറ്ററിനെ പോപ്പ് ചെയ്തതിന് ശേഷമാണ് ലോവസ്റ്റ് പ്രയോറിറ്റി ഇല്ല ഓപ്പറേറ്ററിനെ ഇടേണ്ടത്. ഓക്കെ, ഇതാണ് എക്സ്പ്രഷൻ കൺവേർഷനിൽ നമ്മൾ നോക്കേണ്ട 3 പോയിന്റുകൾ. ഫസ്റ്റ് വൺ, പ്രയോറിറ്റി ഓഫ് ഓപ്പറേറ്റേഴ്സ് മനസ്സിലാക്കണം. ഹയസ്റ്റ് പ്രയോറിറ്റി ആർക്കാണ്, നെക്സ്റ്റ് പ്രയോറിറ്റി ആർക്കാണ്, ലോവസ്റ്റ് പ്രയോറിറ്റി ആർക്കാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ദെൻ ഈ സെക്കൻഡ് പോയിന്റ് സെയിം പ്രയോറിറ്റി ഉള്ള എലമെൻറ്റ്സ് ആണ് സ്റ്റാക്കിൽ ഇൻസേർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ടോപ്പിലുള്ള സെയിം പ്രയോറിറ്റി ഉള്ള എലമെൻറ്റിനെ പോപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ പുതിയ ഈക്വൽ പ്രയോറിറ്റി ഉള്ള എലമെൻറ്റിനെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് പോയിന്റ്. ആൻഡ് തേർഡ് വൺ,
ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഒരു ഓപ്പറേറ്ററിൻ്റെ മുകളിലേക്ക് ലോവസ്റ്റ് പ്രയോറിറ്റി ഉള്ള എലമെൻറ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്ററിന് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ടോപ്പിലുള്ള ഓപ്പറേറ്ററിനെ പോപ്പ് ചെയ്തതിന് ശേഷമാണ് ലോവസ്റ്റ് പ്രയോറിറ്റി ഉള്ള എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഐ തിങ്ക് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് എക്സ്പ്രഷൻ കൺവേർഷൻ. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇതൊരു ഇൻഫിക്സ് എക്സ്പ്രഷനാണ്. നിങ്ങൾക്കറിയാം ഓപ്പറൻറ്റിൻ്റെ ഇടയിൽ ഓപ്പറേറ്റേഴ്സ് വരുന്ന കൺസെപ്റ്റിനെയാണ് ഇൻഫിക്സ് എന്ന് പറയുന്നത്. സോ ഇതിനെ നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനിലേക്ക്. പോസ്റ്റ്ഫിക്സ് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ A+B എന്ന് പറയുന്ന ഇൻഫിക്സ് എക്സ്പ്രഷനെ കൺവേർട്ട് ചെയ്യുമ്പോൾ AB+, ഈ ഒരു കൺസെപ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന റൂൾസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. 3 റൂൾസ് ഓരോ ഓപ്പറേറ്റേഴ്സിൻ്റെയും പ്രയോറിറ്റിയാണ് ഫസ്റ്റ് റൂൾ വരുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് ഈക്വൽ പ്രയോറിറ്റി ഉള്ള ഓപ്പറേറ്റേഴ്സിനെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. സോ ആരാണ് സ്റ്റാക്കിൽ ടോപ്പിലുള്ളത് അതിനെ പോപ്പ് ചെയ്തതിന് ശേഷമായിരിക്കണം നെക്സ്റ്റ് ഈക്വൽ പ്രയോറിറ്റി ഉള്ള എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. തേർഡ് റൂൾ എന്താ പറയുന്നത്? ലോവസ്റ്റ് പ്രയോറിറ്റി ഉള്ള എലമെൻറ്റ് വരുമ്പോൾ ഹയസ്റ്റ് പ്രയോറിറ്റിയാണ് സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള വെച്ചാൽ അതിനെ പോപ്പ് ചെയ്തതിന് ശേഷം വേണം ലോവസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള ഓപ്പറേറ്ററിനെ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഈ 3 റൂൾസ് ഓർത്ത് വെക്കുക. ദെൻ നമ്മൾ ഈ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് 3 സ്റ്റാക്കുകളുണ്ട്. ഓരോന്നിനും ഇത് സിമ്പിൾസാണ്. ഈച്ച് സിമ്പിൾസിൽ എന്തൊക്കെ വരും? ഓപ്പറേറ്ററും ഓപ്പറൻസും വരും. ഓക്കെ, ഈച്ച് 1 by 1 ഈ ഓരോ എലമെൻസിനും സിമ്പിൾസ് ആക്കിയിട്ട് ഇൻസേർട്ട് ചെയ്യും. ഇതിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ സിമ്പിൾസിൽ ഇൻസേർട്ട് ചെയ്യുന്നത് ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ സ്റ്റാക്കിലേക്കും ഓപ്പറൻറ്റുകളാണെങ്കിൽ പോസ്റ്റ് ഫിക്സിലേക്കുമാണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. ഈ ഓപ്പറൻസ് ആണെങ്കിൽ പോസ്റ്റ് ഫിക്സിലേക്കും ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ സ്റ്റാക്കിലേക്കുമാണ് കൊടുക്കേണ്ടത്. ഇനി ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് വരുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ബ്രാക്കറ്റാണ്. സോ ബ്രാക്കറ്റ് എന്താണ്? സിമ്പിളാണ്. ഓക്കെ, നമ്മൾ സ്റ്റാക്കിലേക്കാണ് ഇടുന്നത്. പോസ്റ്റ് ഫിക്സ് ബ്ലാങ്ക്. സെക്കൻഡ് എലമെൻറ്റ് നെക്സ്റ്റ് എലമെൻറ്റ് എടുക്കുക. സെക്കൻഡ് എലമെൻറ്റ് A ആണ്. ഇതിൽ ഓൾറെഡി ബ്രാക്കറ്റ് ഉണ്ട്. ഇവിടെ A എലമെൻറ്റ് ഇട്ടു. ദെൻ തേർഡ് വൺ പ്ലസ് ആണുള്ളത്. അപ്പോൾ ബ്രാക്കറ്റ് ഉണ്ട്. പ്ലസ്സിനെ നമ്മൾ സ്റ്റാക്കിലേക്കാണ് ഇടുന്നത്. സ്റ്റാക്കിൽ ബ്രാക്കറ്റ് ഉണ്ട്. ഈ ബ്രാക്കറ്റിൻ്റെ ടോപ്പിലേക്ക് പ്ലസ്സിന് ഇട്ടു. ഓക്കെ, പോസ്റ്റ് ഫിക്സിൽ A തന്നെ. നെക്സ്റ്റ് വൺ B ആണ്. B എന്ന് പറയുമ്പോൾ ഇതിൽ വേരിയബിളാണ്. വേരിയബിൾ നമ്മൾ സ്റ്റാക്കിലേക്കല്ലാതെ പോസ്റ്റ് ഫിക്സിലേക്കാണ്. സോ ബ്രാക്കറ്റ് ഉണ്ട്. ബ്രാക്കറ്റിൻ്റെ ടോപ്പിൽ പ്ലസ് ഉണ്ട്. സ്റ്റാക്കിൽ ഓൾറെഡി A ഉണ്ട്. Aൻ്റെ ടോപ്പിലേക്ക് Bനെ ഇട്ടു. ഓക്കെ, B എങ്ങോട്ടാണ്? പോസ്റ്റ് ഫിക്സിലേക്കാണ് പോവുക. ഓക്കെ, ദെൻ ഡിവിഷൻ സിമ്പിളാണ് വരുന്നത്. ഡിവിഷൻ സിമ്പിളാണ്. ഓക്കെ, പ്രയോറിറ്റി നോക്കാം. സ്റ്റാക്കിൽ ബ്രാക്കറ്റ് ഉണ്ട്, പ്ലസ് ഉണ്ട്, ഡിവിഷൻ വരും. ലോവർ പ്രയോറിറ്റി ഇല്ലിൻ്റെ മേലെ നമുക്ക് ഹയർ പ്രയോറിറ്റി ഇടാം. സോ അതങ്ങനെ സ്റ്റാക്ക് ടോപ്പിലേക്ക് ഇട്ടു. ദെൻ AB. ഓക്കെ, നെക്സ്റ്റ് വരുന്ന C ആണ്. C വേരിയബിൾ എന്താ? വേരിയബിളാണ്. അപ്പോൾ നമ്മൾ ABC. നമ്മൾ സ്റ്റാക്കിൽ ഓൾറെഡി എന്തൊക്കെ ഉണ്ട്? ബ്രാക്കറ്റ് ഉണ്ട്, പ്ലസ് ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. നെക്സ്റ്റ് ഓപ്പറേറ്റർ വരുന്നത് സ്റ്റാർ ആണ്. സ്റ്റാർ എവിടേക്കാണ് പോകേണ്ടത്? സ്റ്റാക്കിലേക്ക്. അപ്പോൾ സ്റ്റാക്കിൽ നോക്കുക ഡിവിഷനും സ്റ്റാറും എന്താണ്? ഈക്വൽ പ്രയോറിറ്റിയാണ്. അപ്പോൾ ഇതിനെ ഇവിടുന്ന് പോപ്പ് ചെയ്യണം. ഈ ഒരു സിമ്പിളിനെ പോപ്പ് ചെയ്യണം. സോ ഓപ്പൺ ബ്രാക്കറ്റ് പ്ലസ് സ്റ്റാർ. ഡിവിഷൻ എങ്ങോട്ടേക്ക് പോവും? ABC ആൻഡ് ഡിവിഷൻ. ഓക്കെ, എങ്ങനെയാണ് കൺസിഡർ ചെയ്തത് മനസ്സിലായോ? ഓപ്പൺ ബ്രാക്കറ്റ് C വന്നു, C അങ്ങോട്ടേക്ക് ഇട്ടു. ദെൻ സ്റ്റാർ ആണ് വരുന്നത്. സ്റ്റാർ വന്നപ്പോൾ ഓൾറെഡി ഡിവിഷൻ അവിടെ ഉണ്ട്. സോ നമുക്ക് ഡിവിഷനെ പോപ്പ് ചെയ്യണം. ഡിവിഷനെ പോപ്പ് ചെയ്തുകൊണ്ട് സ്റ്റാറിനെ അവിടേക്ക് ഇട്ടു. ദെൻ ABC ഡിവിഷൻ. ഈ ഡിവിഷൻ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്, ഇതിലേക്ക്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാറിന് ശേഷം ഓപ്പൺ ബ്രാക്കറ്റാണ് വീണ്ടും വരുന്നത്. ഇക്വേഷൻ നോക്കുക. ഓപ്പൺ ബ്രാക്കറ്റ്. സോ ഓപ്പൺ ബ്രാക്കറ്റ് ഉണ്ട്, പ്ലസ് ഉണ്ട്, സ്റ്റാർ ഉണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാക്കിലുള്ള എലമെൻറ്റ്സ്. ഇവിടെ നോക്കാം ABC ഡിവിഷൻ. ഇനി ഓപ്പൺ ആണ് വന്നിട്ടുള്ളത്. ഓപ്പൺ ആകുമ്പോൾ നമ്മൾ ഇവിടെ ഇടണം. ഓപ്പൺ അവിടെ തന്നെ ഇടുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് D ആണ്. എലമെൻറ്റ് D. സോ ഡീനെ എന്താ ചെയ്യേണ്ടത്? ഇവിടേക്കാണ് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിലാണ് D കിടക്കേണ്ടത്. ഓക്കെ, പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിലേക്കാണ് D വരിക. ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ് ഉണ്ട്, പ്ലസ് ഉണ്ട്, ഇൻറ്റു ഉണ്ട്, ഓപ്പൺ ബ്രാക്കറ്റ് ഉണ്ട്. ABC ഡിവിഷൻ D. ഓക്കെ, ഡൗട്ടില്ലാന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് നെക്സ്റ്റ് ഓപ്പറേഷൻ പ്ലസ് ആണ് വരുന്നത്. പ്ലസ് വരുമ്പോൾ
ഓക്കെ, ഓപ്പൺ ബ്രാക്കറ്റ് പ്ലസ് ഇൻറ്റു ദെൻ ബ്രാക്കറ്റ് വീണ്ടും പ്ലസ്. ഓക്കെ, ബ്രാക്കറ്റാണ്, ബ്രാക്കറ്റിന് പ്രയോറിറ്റി ഇല്ല, സോ നമുക്ക് അതിൻ്റെ കൂടെ പ്ലസ് ഇടാം. ഓക്കെ, എ ബി സി ഡിവിഷൻ ഡി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇ ആണ്. ഇ ബ്രാക്കറ്റ് പ്ലസ് ഇൻറ്റു ബ്രാക്കറ്റ് പ്ലസ് എ ബി സി ബ്രാക്കറ്റ് ഡി. ഓക്കെ, ഇനി ഈനെ എവിടെ എത്തു? സോ സ്റ്റാക്കിലേക്ക് പോപ്പ് ചെയ്യണ്ടേ, ഇത് ഈ എലമെൻറ്റിന് ഡീനിക്ക് ശേഷം. ഓക്കെ, ദെൻ വരുന്നത് ക്ലോസിങ് ബ്രാക്കറ്റാണ്, ക്ലോസിങ് ബ്രാക്കറ്റ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഓപ്പണിംഗ് ബ്രാക്കറ്റ് പ്ലസ് ഇൻറ്റു ബ്രാക്കറ്റ് പ്ലസ് ദെൻ വീണ്ടും ബ്രാക്കറ്റ്. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ സ്റ്റാക്കിൽ എ ബി സി ഡിവിഷൻ ഡി ഇ എന്ന് പറയുന്ന എലമെൻറ്റ്സ് ഉണ്ട്. ഇവിടെ ഈ ഒരു എലമെൻറ്റ് ഓപ്പണിങ് ക്ലോസിങ് പറയുമ്പോൾ ഇതിനെ ക്ലോസ് ചെയ്ത് പോയിട്ട് ഈ ഒരു പ്ലസ്സിനെ പോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് വരും? എ ബി സി ഡിവിഷൻ ഡി ഇ പ്ലസ്. ഓക്കെ, ഈ ഒരു ബ്രാക്കറ്റ് വന്നപ്പോൾ എന്തായി? ഇത് ഓപ്പൺ ബ്രാക്കറ്റ് ഉണ്ടായിരുന്നു, ഇത് ക്ലോസ് ബ്രാക്കറ്റ് ഉണ്ട്. ഇത് ക്ലോസ് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു പ്ലസ് സിമ്പലിനെ നമ്മൾ പോപ്പ് ചെയ്യും. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. എ ബി സി ഡിവിഷൻ ഡി ഇ പ്ലസ് എന്ന് വരും. ഓക്കെ, എങ്ങനെയാണ് വന്നത് മനസ്സിലായോ? രണ്ട് ഓപ്പണിങ്ങും ക്ലോസിങ് ബ്രാക്കറ്റും വരുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ എലമെൻറ്റിനെ പോപ്പ് ചെയ്തിട്ട് ആ ബ്രാക്കറ്റുകളെ ക്ലോസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മൈനസ് ആണ്, നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരേണ്ട ഓപ്പറേഷൻ എന്ന് പറയുന്നത് മൈനസ് ഓപ്പറേഷൻ ആണ്. അപ്പോൾ നോക്കാം, സ്റ്റാക്കിൽ ഇപ്പോൾ ഉള്ളത് ബ്രാക്കറ്റ് പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇതിലേക്ക് വരേണ്ടത് മൈനസ് ആണ്. മൈനസിന് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമോ ഒന്ന് നോക്കൂ. ഇവിടെ ഇപ്പോൾ കൺസിഡർ ചെയ്യുക, ഇവിടെ മൈനസ് വന്നാൽ എന്താ സംഭവിക്കുക? ഹയസ്റ്റ് പ്രയോറിറ്റി ആണ്, അപ്പോൾ നിൽക്കില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? അതിന് ഈ ഒരു മൾട്ടിപ്ലിക്കേഷന് പോപ്പ് ചെയ്യണം. സോ മൈനസ് വരുമ്പോൾ എ ബി സി ഡിവിഷൻ ഡി ഇ പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ എന്തുകൊണ്ടാണ് പോപ്പ് ചെയ്യാൻ കാരണം മനസ്സിലായില്ലേ? മൈനസ് എന്ന് പറയുന്ന ലോവസ്റ്റ് പ്രയോറിറ്റി ആണ്. തേർഡ് റൂള്, ലോവസ്റ്റ് പ്രയോറിറ്റി ഇല്ലിനെ ഹയർ പ്രയോറിറ്റി ഇല്ല ടോപ്പിലെ എലമെൻറ്റിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്തു? ഈ സ്റ്റാറിനെ പോപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് വരും എന്താ? ബ്രാക്കറ്റ് പ്ലസ് മൈനസ്. ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ വീണ്ടും ഇതിന് സ്റ്റാറിന് പോപ്പ് ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു. ബട്ട് ഇവിടെയാണ് ആകുമ്പോഴും ഈ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ ശ്രദ്ധിക്കണം. 2 ഈക്വൽ പവർ ഇല്ല എലമെൻറ്റ്സ് ടോളറേറ്റ് ചെയ്യില്ല. സെക്കൻഡ് റൂൾ അറിയില്ലേ? ഈക്വൽ പ്രയോറിറ്റി ഇല്ല 2 ഓപ്പറേറ്റേഴ്സ് സ്റ്റാക്കിൽ ഉണ്ടാകാൻ പറ്റില്ല. ടോപ്പിൽ ആരാണോ ഉള്ളത് അതിനെ പോപ്പ് ചെയ്യണം. ഇവിടെ ആരാ ടോപ്പിൽ? ഈ മൈനസ് വന്നിട്ടില്ല കേട്ടോ, ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. വരുമ്പോൾ ടോപ്പിൽ ആരാണ്? പ്ലസ്. അപ്പോൾ ഈ പ്ലസ്സിനെയും പോപ്പ് ചെയ്യണം. സോ ഇക്വേഷൻ എന്താവും? എ ബി സി ഡിവൈഡ് ഡി ഇ പ്ലസ് ഇൻറ്റു പ്ലസ്. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്താണ് ടോപ്പിൽ? ഇപ്പോൾ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ കിട്ടിയ ബ്രാക്കറ്റ് ഈ രീതിയിൽ കിട്ടും. ദെൻ അടുത്ത എലമെൻറ്റ് ഇപ്പോൾ നമ്മൾ മൈനസ് ആണ് ഇക്വേഷൻ എന്ന് എടുത്ത്, ഇനി അടുത്ത എലമെൻറ്റ് വരേണ്ടത് എഫ് ആണ്. സോ നമ്മൾ ഇതിൽ എഫ് ഇടുകയാണ്, എഫ് ഇട്ടും. ഓക്കെ, എഫ് എവിടേക്കാണ് വരിക? പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിലേക്ക്. എ ബി സി ഡിവൈഡ് ഡി ഇ പ്ലസ് ഇൻറ്റു പ്ലസ് എഫ്. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് എക്സ്പ്രഷൻ ഉള്ളത് ക്ലോസിങ് ബ്രാക്കറ്റ് ആണ്, ക്ലോസിങ് ബ്രാക്കറ്റ്. ഓക്കെ, ഓപ്പൺ ചെയ്തു, മൈനസ് ചെയ്തു, ക്ലോസിങ് ചെയ്തു. നമ്മൾ ഫസ്റ്റ് ഇവിടെ ഒരു കേസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഓപ്പണിങ് ക്ലോസിങ് വരുമ്പോൾ എന്താണ് ചെയ്യുക? ഇതിനെ രണ്ടിനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു എലമെൻറ്റിനെ പോപ്പ് ചെയ്യും. ഓക്കെ, എ ബി സി ഡിവൈഡ് ഡി ഇ പ്ലസ് ഇൻറ്റു പ്ലസ് എഫ് മൈനസ്. ഓക്കെ, ഇപ്പം നമുക്ക് ഫൈനലി സ്റ്റാക്ക് ഇവിടെ എന്താവും? എം ടി ആവും. ഓക്കെ, ഈ എലമെൻറ്റ്സ് ഫുള്ള് ഇതും കൂടി പോപ്പ് ചെയ്യുന്നതോടുകൂടി ഇവിടെ എം ടി ആയി, ഇവിടെ എം ടി ആയി, ഇനിയൊന്നും കിട്ടാനില്ല. ഒക്കെ നല്ലായി. എക്സ്പ്രഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ സ്റ്റാക്ക് ഫുള്ള് പോപ്പ് ചെയ്ത് എം ടി ആയി. ലാസ്റ്റ് എലമെൻറ്റ് മൈനസ് ആണ് ഉണ്ടായിരുന്നത്, അതിനെയും അവിടെ ഇട്ടു. അപ്പോൾ നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ എന്താണ്? എ ബി സി ഡിവൈഡ് ഡി ഇ പ്ലസ് ഇൻറ്റു പ്ലസ് എഫ് മൈനസ്. ഇതെന്ത് എക്സ്പ്രഷനാണ്? പോസ്റ്റ് ഫിക്സ്. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഈ ഒരു ഇൻഫിക്സ് എക്സ്പ്രഷനെ നമ്മൾ പോസ്റ്റ് ഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ.